മല എലിയെ പ്രസവിച്ചതുപോലെ വലിയ കൊട്ടി ആഘോഷങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റ് കേരളത്തിന് നൽകിയത് വെറും ശൂന്യം മാത്രമായിരുന്നു. നമുക്ക് അർഹതപ്പെട്ട എയിംസ് ഇല്ല, റെയിൽവേ വികസനമില്ല, കർഷകർക്കും യുവാക്കൾക്കും പ്രതീക്ഷയില്ല. പക്ഷേ ഈ അവഗണന കണ്ട് മൗനം പാലിക്കാൻ കേരളത്തിന്റെ പോരാളികൾ തയ്യാറേയല്ല. ഡൽഹിയുടെ അധികാര ഇടനാഴികളിൽ കേരളത്തിന്റെ ശബ്ദം മുഴങ്ങുകയായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശക്തമായി ഇതിന് പ്രതികരിച്ച് രംഗത്ത് വരികയാണ്. കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കിയ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു. പാർലമെന്റ് കവാടത്തെ പോലും വിറപ്പിച്ചാണ് അദ്ദേഹം ആഞ്ഞടിക്കുന്നത്. 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകളിൽ നിന്നും കേരളത്തെ വെട്ടിമാറ്റിയപ്പോൾ മെട്രോമാൻ E ശ്രീധരന്റെ പ്രതീക്ഷകൾ പോലും തകർത്തപ്പോൾ ആ ചതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി അദ്ദേഹം മുന്നിലെത്തിയിട്ടുണ്ട്. യുവാക്കൾക്ക് തൊഴിലില്ല, കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കർത്തവ്യ പഥ് എന്ന പേരിൽ വിളമ്പിയ ബജറ്റ് പ്രഹസനമാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. 13 വർഷമായി കേരളം കാത്തിരുന്ന എയിംസ് ഇത്തവണ നിഷേധിക്കപ്പെട്ടപ്പോൾ, ടൂറിസവും ആയുർവേദവും അവഗണിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്ത് ധാതുമണൽ ഖനനത്തിലൂടെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നീക്കങ്ങൾക്കെതിരെയും അദ്ദേഹം പതറാതെ നിൽക്കുകയാണ്. ഇതാ വെറും ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, കേരളത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. കേരളത്തെ തൊടാതെയും തലോടാതെയും അവഗണിക്കുന്നവർ ഓർക്കുക, പാർലമെന്റിൽ ഞങ്ങൾക്ക് ഒരു കാവലാളുണ്ടെന്ന്. നീതി നിഷേധിക്കുമ്പോൾ പതറാത്ത ശബ്ദമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി KC വേണുഗോപാൽ നമുക്കായി പൊരുതുകയാണ്. അവഗണനയുടെ മതിലുകൾ തകർക്കാൻ ആ ഉറച്ച ശബ്ദം ഇനിയും മുഴങ്ങും. കേരളത്തിന് മണ്ണും മനസ്സും ഒരുപോലെ ചോദിക്കുന്നു, എവിടെ ഞങ്ങളുടെ വിഹിതം? കേന്ദ്ര ബജറ്റിൽ കേരളം തിരഞ്ഞത് ഒരുപക്ഷെ കരുതലായിരുന്നു, പക്ഷേ ലഭിച്ചതോ കടുത്ത അവഗണന മാത്രം. കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന കേന്ദ്ര അധികാരത്തിന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ഒരാളിന്ന് പാർലമെന്റിൽ സംസാരിക്കുന്നുണ്ട്. അതാണ് KC വേണുഗോപാൽ എന്ന MP. നമുക്ക് അദ്ദേഹത്തിന്റെ പാർലമെന്റിന് മുന്നിൽ MPമാരും അദ്ദേഹം സംഘടിപ്പിച്ച ആ പോരാട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരള ജനതയുടെ പ്രതിഷേധം, കേരളം എന്താ ഇന്ത്യയിലല്ലേ? പറയൂ നരേന്ദ്രമോദി, പറയൂ BJP. ഇല്ല മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. ബഡ്ജറ്റിൽ കേരളത്തിന് വട്ടപ്പൂജ്യം, കേരളത്തോട് നീതി പാലിക്കുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക. ഇന്നലെ ബജറ്റ് അവതരണ വേളയിൽ തന്നെ UDFന്റെ എല്ലാ MPമാരും ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. അവരത് കൃത്യമായിട്ട് അവഗണിച്ചതാണ്. ഒരു സംശയമില്ല, നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റ് അവതരണ ചർച്ചയിലും ഞങ്ങൾ ഈ പ്രശ്നം ഏറ്റവും സജീവമായി നിലനിർത്തിക്കൊണ്ട് ശക്തമായിട്ട് ഉന്നയിക്കുന്ന സംശയം. ഇതുപോലൊരു അവഗണന കേരളം അർഹിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും കേരളത്തിൽ വന്ന് മുണ്ടുടുത്ത് പ്രസംഗിക്കുന്ന ആളുകൾ ഇത്രമാത്രം കേരളത്തെ അവഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല.